ഓം ശാന്തി. ബാബ, ഗുഡ് മോർണിംഗ്. എല്ലാ ചിന്തകളെയും ഒതുക്കി ഒരു ബിന്ദുവായി മാറൂ. എല്ലാ ദേഹത്തിൻ്റെ ബോധത്തെയും മറന്നേക്കൂ. ബുദ്ധിയാകുന്ന ദിവ്യനേത്രം കൊണ്ട് പ്രകൃതിയുടെ മധ്യത്തിൽ ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധിക്കൂ. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യ നക്ഷത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഞാൻ ആത്മാവാണെന്നുള്ള സത്യം മനസ്സിലാക്കി ആ ബിന്ദുവിലേക്ക് ശ്രദ്ധിക്കൂ. ഞാൻ ദിവ്യപ്രകാശമായ ആത്മാവാകുന്നു. ഈശ്വരൻ പരമാത്മാവ് നേരിട്ട് വന്ന് രചിച്ച ശ്രേഷ്ഠ മഹാനാത്മാവാണ്. എൻ്റെ ഭാഗ്യത്തെ ഞാനൊന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഭാഗ്യത്തിൻ്റെ രേഖകൾ ആത്മാവാകുന്ന ഈ നക്ഷത്രത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു. കോടാനുകോടി മടങ്ങ് ഭാഗ്യശാലി ആത്മാവാണ് ഞാൻ. എൻ്റെ ഭാഗ്യത്തെ എനിക്ക് വർണ്ണിക്കാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ ഭാഗ്യത്തെ കണ്ട് ഭഗവാൻ പോലും പുഞ്ചിരിക്കുകയാണ്. ഈ ലോകം മുഴുവനും നോക്കുകയാണെങ്കിൽ കോടാനുകോടി പേരുടെ മഹിമകൾ പാടിയിട്ടുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ കോടാനുകോടി ഉള്ളവരിൽ വളരെ കുറച്ചു പേര് മാത്രമാണ് പരമാത്മാവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ബാബയെ അറിവിലൂടെ മനസ്സിലാക്കുക മാത്രമല്ല ചെയ്തത്, പക്ഷേ എൻ്റെ ബാബയിൽ നിന്ന് എന്തെല്ലാം പ്രാപ്തമാക്കണമോ അതെല്ലാം ഞാൻ പ്രാപ്തമാക്കി കഴിഞ്ഞു. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും പരമാത്മാവാകുന്ന പിതാവിൻ്റെ മക്കളാണ്. പക്ഷെ ഞാനോ പരമാത്മാവ് നേരിട്ട് ജന്മം നൽകിയ മഹാനാത്മാവാണ് ഞാൻ. ഞാൻ ശിവവംശജനായ ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരിയാണ്. എന്നെപ്പോലെ ഭാഗ്യം കിട്ടിയവർ ഈ ലോകത്ത് ആരുമില്ല. ഈ ലോകത്ത് ഏതൊക്കെ ആത്മാക്കളുണ്ടോ, രാഷ്ട്രീയത്തിലായാലും ധർമ്മത്തിലായാലും പേരും പ്രശസ്തിയും നേടിയിട്ടുള്ളവർ, ധർമ്മപിതാക്കന്മാരായവർ,
മഹാഗുരുക്കന്മാരായിട്ടുള്ളവർ അവർക്കാർക്കും പരമാത്മാവിൽ നിന്ന് മാതാപിതാവിൻ്റെ ബന്ധുത്വത്തിൽ ഭാഗ്യമൊന്നും ലഭിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചിട്ടില്ല ഈശ്വരൻ എൻ്റെ മാതാപിതാവായി വന്ന് എന്നെ പാലിക്കുമെന്ന്. എനിക്ക് ദിവസവും ആ മാതാപിതാവിൻ്റെ സ്നേഹം ലഭിക്കുകയാണ്. ഭ്രൂമധ്യത്തിരിക്കുന്ന ആത്മജ്യോതിയെ ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഞാൻ പരംധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പരമാത്മാവിൻ്റെ സമീപത്തിരിക്കുകയാണ്. ജ്യോതി സ്വരൂപനായ ശിവബാബയുടെ അതിപ്രിയപ്പെട്ട സന്താനമായ ഞാൻ സ്വർണ്ണച്ചുവപ്പുള്ള നിശബ്ദമായ ആകാശത്തിൽ ഞാൻ ആ ബാബയുടെ കിരണങ്ങൾക്ക് കീഴിലിരിക്കുകയാണ്. ഈ സുവർണ നിമിഷങ്ങളെ ആസ്വദിക്കൂ. ബാബയുടെ കിരണങ്ങൾ എൻ്റെ ജന്മജന്മങ്ങളിലെ പാപത്തെ ഭസ്മമാക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി ബാബ എനിക്ക് ശക്തികളും ഗുണങ്ങളും നൽകുകയാണ്. വരദാനങ്ങൾ കൊണ്ട് ബാബ എന്നെ അനുഗ്രഹിക്കുകയാണ്. തിരിച്ച് ശരീരത്തിലേക്ക് വരൂ. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ജ്യോതിർബിന്ദുവിനെ കാണും. ഞാൻ ആത്മാവ് സർവശക്തനായ പരമാത്മാവിൻ്റെ സർവബന്ധുത്വത്തിലും സ്നേഹമനുഭവിക്കാൻ കഴിവുള്ള ആത്മാവാണ്. എൻ്റെ സർവബന്ധുവായ ബാബയിൽ നിന്നാണ് ഞാൻ സർവ പ്രാപ്തികളും അനുഭവിക്കുന്നത്. സർവശക്തനായ എൻ്റെ ബാബയാണ്. ആ ബാബ എപ്പോഴും എന്നോടൊപ്പം വരുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കും ബാബ. ആ മധുരമുള്ള ബാബ ബാബയുടെ കിരീടമാക്കി മാറ്റി, ആ ബാബയുടെ കണ്ണിൻ്റെ പ്രകാശമാക്കി മാറ്റി എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. എന്തൊരു സൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സർവശക്തനായ പരമാത്മാവ് ശിവബാബ ദിവസവും അതിരാവിലെ വന്ന് എനിക്ക് ശ്രീമതം ഉപദേശിച്ചു തരുന്നു. ഞാൻ ശിവവംശജനാണ്. ബ്രഹ്മാമുഖവംശിയായ ആത്മാവാണ്. ഈ ശരീരത്തിൽ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഞാൻ ആത്മാവ്
ഇപ്പോൾ സൂക്ഷ്മവദനത്തിൽ പ്രകാശിക്കുന്ന ഫരിസ്തയായി നിലകൊള്ളുകയാണ്. തൂവെള്ള നിറമുള്ള സൂക്ഷ്മലോകം. അവിടെ ബാപ്ദാദയുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. അവ്യക്ത ഫരിസ്തയായ ബാപ്ദാദ എനിക്ക് ദൃഷ്ടി നൽകുകയാണ്. ബാബയ്ക്ക് സമാനം ശക്തികളും ഗുണങ്ങളും കൊണ്ട് ഞാൻ നിറയുകയാണ്. ഭക്തർക്കും സത്യത്രേതായകത്തിൽ എനിക്ക് വരാൻ പോകുന്ന പ്രജകൾക്കും പ്രകൃതിക്കും അലയുന്ന ആത്മാക്കൾക്കും ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്കും കൊടുക്കുവാനുള്ള ശക്തി നൽകുകയാണ്. ബാബയുടെ ദൃഷ്ടിയിലൂടെ ഞാൻ കൂടുതൽ ശക്തിശാലിയും പവിത്രവുമായി മാറുകയാണ്. ബാബയും പ്രകാശ ശരീരത്തിൽ, ഞാനും പ്രകാശ ശരീരത്തിൽ. ബാബയിൽ നിന്ന് കിരണങ്ങൾ എടുത്തെടുത്ത് ഞാൻ വീണ്ടും ഈ ശരീരത്തിൽ ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ശ്രദ്ധയെ മുഴുവൻ ഈ ഭ്രൂമധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും. എൻ്റെ ശിരസ് മുഴുവനും ശീതളവും ഭാരമില്ലാതായി മാറുകയാണ്. ശരീരമാസകലം ആരോഗ്യപൂർണമായി മാറുകയാണ്. ഞാനിരിക്കുന്ന സ്ഥലം മുഴുവനും ഈശ്വരീയ ശക്തി കൊണ്ട് നിറയുകയാണ്. ദിവസേന കേൾക്കുന്ന ഈ ജ്ഞാനം എൻ്റെ പ്രിയപ്പെട്ട ബാബ നൽകുന്ന അമൂല്യ ജ്ഞാനമാണ്. ഈ ജ്ഞാനം കേൾക്കാൻ ആർക്കും ഭാഗ്യം കിട്ടിയിട്ടില്ല. ധർമ്മപിതാക്കന്മാർക്കോ ജഗത് ഗുരുക്കന്മാർക്കോ ഈ അറിവ് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. ഞാൻ പരമാത്മാവിൽ നിന്ന് നേരിട്ട് ജന്മമെടുത്ത ആത്മാവാണ്. എനിക്ക് എൻ്റെ ബാബയിൽ നിന്ന് ദിവസവും പ്രാപ്തികൾ നേരിട്ട് ലഭിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭകാലത്തിൽ ഞാൻ സത്യയുഗത്തിൽ സതോപ്രധാനമായിരുന്നു. അന്ന് ഞാൻ വളരെ സമ്പന്നവും പവിത്രവുമായിരുന്നു. എന്നെപ്പോലെ ഇത്രയും സമ്പന്നരായിട്ട് ആരും തന്നെ ലോകത്തുണ്ടായിട്ടില്ല. ആ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പരംധാമത്തിൽ ബാബയുടെ അടുത്തിരിക്കുകയാണ്. ബിന്ദുരൂപനായ ബാബ, ഞാൻ ആത്മാവും ബിന്ദുരൂപം. പരംധാമത്തിൽ മുഴുവൻ ആത്മാക്കളെയും ഞാൻ കാണുകയാണ്. ബാബയിൽ നിന്ന് കിട്ടുന്ന ശക്തികൾ, ബാബയിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തികൾ ഓരോരോ ആത്മാവിലേക്കും ഞാൻ നൽകുകയാണ്.
ബാബ, എന്നെപ്പോലെ തന്നെ ഓരോ ആത്മാവിനും ബാബയിൽ നിന്ന് നേരിട്ട് പ്രാപ്തിയെടുക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. ബാബ എന്നിലൂടെ ഓരോ ആത്മാവിനും ഗുണങ്ങളും ശക്തികളും സകാശായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മടങ്ങി വരൂ ഭ്രുകുടി മധ്യത്തിലേക്ക്. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ കേന്ദ്രബിന്ദുവായ ഒരു പ്രകാശത്തെ ഞാൻ വീണ്ടും കാണുകയാണ്. അവിടെ ഏകാഗ്രമാക്കൂ. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ബിന്ദുവായി ഞാൻ ആത്മാവിരിക്കുകയാണ്. ഈ സൃഷ്ടി നാടകത്തിൽ ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്ന ആത്മാവാണ് ഞാൻ. 84 ജന്മങ്ങൾ ഒരു നിമിഷം പോലും കുറവില്ലാതെ ഈ നാടക സദസ്സിൽ അഭിനയിച്ച ആത്മാവാണ് ഞാൻ. വിശ്വനാടകത്തിൽ നായകൻ്റെയും നായികയുടെയും വേഷം അഭിനയിച്ച ആത്മാവാണ് ഞാൻ. ആത്മാവായ ഞാൻ എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും പ്രകാശം നിറയ്ക്കുകയാണ്. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയായി മാറിക്കഴിഞ്ഞു. ഈ ശരീരത്തിൽ നിന്ന് പറന്ന് ഞാൻ മധുബനിൽ ബാബ റൂമിലെത്തുകയാണ്. അവിടെ എന്നെ കാത്ത് എൻ്റെ ബാബ ഇരിക്കുകയാണ്. സാകാര ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശിവബാബ വളരെ സന്തോഷത്തോടു കൂടി ബാബ തൻ്റെ റൂമിലേക്ക്, മുറിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ബാബയെ എങ്ങനെ പ്രത്യക്ഷപ്പെടുത്തണമെന്നുള്ളത് നിർദ്ദേശമായി, ശ്രീമതമായി ബാബ എനിക്ക് നൽകുകയാണ്. വരും വരായികകളെ നേരത്തെ കൂട്ടി തിരിച്ചറിയാനും അതിനുവേണ്ടി നിമിഷത്തിനുള്ളിൽ നിർണയിച്ച് പരിഹാരമെടുക്കുന്നതിനുള്ള ശക്തി ബാബ എനിക്ക് നൽകുകയാണ്. വളരെ സുന്ദരമായ ഒരു ദിവസത്തിന് ആശീർവാദം നൽകിക്കൊണ്ട് ഞാൻ ബാബയോട് വിട പറഞ്ഞ് വീണ്ടും ഈ ശരീരത്തിലേക്ക് വരികയാണ്. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ കേന്ദ്രബിന്ദുവായിരിക്കുന്ന ആ പ്രകാശബിന്ദുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ആത്മാവ്, ദിവ്യപ്രകാശബിന്ദു. ശരീരവും മനസ്സും ഭാരമില്ലാതാവുകയാണ്. എനിക്ക് ചുറ്റും ഒരു പ്രഭാമണ്ഡലം തയ്യാറാവുകയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് അഭിനയിക്കേണ്ട എല്ലാ വേഷങ്ങളിലേക്കും ഞാൻ ആരോടൊപ്പമാണോ അഭിനയിക്കേണ്ടത് അവർക്കെല്ലാവർക്കും ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ഞാനും ആസ്വദിക്കുന്നു, എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നു.